കൊടിക്കുന്നിൽ സുരേഷ് എം പി റിപ്പോർട്ടർ ടിവിയുടെ ഒപ്പം ചേരുകയാണ്. ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയുടെ കുംഭകോണത്തിന്റെ കഥകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ കേരളത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അത് വലിയ ചർച്ചയായി. ഇപ്പോൾ അയോധ്യയിൽ ഇത്തരത്തിൽ കൊള്ള ചർച്ചയാകുന്നു. ഇവിടെ എതിർക്കുന്ന BJP ഒക്കെ തന്നെയാണ് അവിടെ പ്രതിസ്ഥാനത്ത് തത്വത്തിൽ വരുന്നത്. ഭരണസമിതിയൊക്കെ BJP ആയിട്ട് വലിയ ബന്ധമുള്ളതാണ്, RSSും BJP ഒക്കെ ആയിട്ട്. അത് തന്നെ, അതായത് BJPയും CPM-ഉം അമ്പലം കൊള്ള അടിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരേപോലെയാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇവർ ഈ BJP ആണെങ്കിൽ അമിതമായ ഈശ്വര സ്നേഹവും ഒക്കെ കാണിക്കും, ദൈവഭക്തി കാണിക്കും, ഇതൊക്കെ കാണിക്കും. ഇത് കപടമായ ഈശ്വരഭക്തിയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലങ്ങളെല്ലാം ഇവർ കൈക്കലാക്കുകയും മറ്റ് വിശ്വാസികളെ മുഴുവൻ പുറത്താക്കി തങ്ങളുടെ മാത്രം കയ്യിലാക്കിക്കൊണ്ട് ഈ അമ്പലങ്ങളിൽ കൊള്ളയടിക്കുക, അമ്പലത്തിൻ്റെ വരുമാനങ്ങളെ കൊള്ളയടിക്കുക, അമ്പലത്തിൽ പലതരത്തിലുള്ള ഭക്തജനങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ഫീസും മറ്റുമൊക്കെ ഈടാക്കി അത് സ്വന്തമാക്കുക. ഇതാണ് BJP രാജ്യത്തൊട്ടാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയോധ്യ എന്ന് പറഞ്ഞാൽ അത് BJPക്ക് മാത്രം അവകാശപ്പെട്ടതാണ് രാമക്ഷേത്രം എന്നാണ് അവർ പറയുന്നത്. വേറെ ആർക്കും അതിനകത്ത് യാതൊരു പങ്കുമില്ല, പങ്കാളിത്തവുമില്ല. ഇത് ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ജനങ്ങളെ കബളിപ്പിക്കുകയും വിശ്വാസികളെ തട്ടിപ്പ് നടത്തുകയും അവരുടെ യഥാർത്ഥ തനിനിറം പുറത്തു വന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ് RSSും BJP അവിടെ നടത്തിയിരിക്കുന്നത്. സംഘപരിവാർ സംഘടനകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അയോധ്യയിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ BJPയുടെയും RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ആളുകൾ എവിടെയൊക്കെ അമ്പലങ്ങളുടെ ഭരണം കൈക്കലാക്കി വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഈ അന്വേഷണം നടന്നാൽ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണ്ടേ? കാരണം അദ്ദേഹമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്. ഇല്ല, പ്രധാനമന്ത്രി ആണല്ലോ ഇതിനെല്ലാം കൂട്ടുവെക്കുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയാണല്ലോ ഇതിന് കൂട്ടുവെക്കുന്നത്. BJPക്കാർക്ക് എന്തും ചെയ്യാം, അതോടൊപ്പം തന്നെ RSSകാർക്ക് എന്തുമാകാം, അതുപോലെ വിശ്വഹിന്ദു പരിഷത്തിനും അതുപോലെയുള്ള സംഘപരിവാർ സംഘടനകൾക്ക് എന്തുമാകാം. ഒരു അമ്പലത്തിലും അവിടെ ഈ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ എല്ലാം തീരുമാനിക്കുന്നത് RSSകാരാണ്, സംഘപരിവാറാണ്. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവരുടെ തീരുമാനം അനുസരിച്ചാണ് അമ്പല കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത്. അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കുന്ന BJPയുടെയും RSSൻ്റെയും പൊയ്മുഖം ഇവിടെ അഴിഞ്ഞു വീണിരിക്കുകയാണ്. അഴിമതിയുടെ കൂത്തരങ്ങാക്കി നമ്മുടെ അമ്പലങ്ങളെല്ലാം മാറ്റി ഭഗവാനെപ്പോലും കൊള്ളയടിക്കുന്ന, ഭഗവാനെപ്പോലും കൊള്ളയടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയും ഒരു സംഘടനയായി BJPയും RSSും മാറി. ഈ FCRIയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. അവരിവിടെ ആ പണം അത്തരത്തിൽ വിദേശത്ത് നിന്ന് പണം എത്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ BJP വലിയ തോതിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ പാളി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ക്രൈസ്തവ സഭകളെ പിടിക്കാൻ നോക്കുന്നത്. പ്രത്യേകിച്ച് ജോർജ് കുര്യന് കാലാവധി നീട്ടിക്കൊടുത്തില്ല. അവരുടെ ക്രൈസ്തവ ന്യൂനപക്ഷ മുഖം എന്നൊക്കെ രീതിയിൽ 2 കൊല്ലം മുമ്പ് കൊണ്ടുവന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ഔട്ടാണ്. ഇത് കഴിഞ്ഞ ദിവസം രാജ്യം വെച്ചു. അപ്പോൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയതിൻ്റെ ഒരു പ്രതികാരം, ഇല്ലെങ്കിൽ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെ ആകുമെന്നൊരു സന്ദേശം കൊടുക്കാനാണോ ഇപ്പോൾ ഈ നിയമം ഭേദഗതിയൊക്കെ ഇവർ കടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഇതുകൊണ്ടൊന്നും നമ്മുടെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെയോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന സംഘടനകളെയോ അതുപോലെ NGO സംഘടനകളെയോ ഒന്നും ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത്തരം നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും കൊണ്ടുവന്ന് അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. അവരെല്ലാം തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും നിലവിലുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് നമ്മുടെ രാജ്യത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതും അതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ ആശുപത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ അവരെന്തെങ്കിലും ക്രമക്കേട് കാണിക്കുകയോ ഈ വിദേശ ഫണ്ടിങ് ദുരുപയോഗം ചെയ്താൽ അവരുടെ പേരിൽ നടപടിയെടുക്കാനുള്ള നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടാനിഷ്ടത്തിന് അനുസരിച്ച് തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരെയും തങ്ങൾക്ക് ഓടൊപ്പം നിൽക്കുന്നവരെയും തങ്ങളുടെ വോട്ട് ബാങ്കായി BJPയോടൊപ്പം നിൽക്കുന്നവരെയും മാത്രമേ ഈ FCRI ഞങ്ങൾ നൽകുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ RSSൻ്റെ വിവിധ സംഘടനകളുണ്ട്. BJP RSSൻ്റെ ഒരുപാട് സന്നദ്ധ സംഘടനകളും NGO സംഘടനകളുണ്ട്. അവർക്കൊന്നും ഈ നിയന്ത്രണമൊന്നും ബാധകമല്ല. അവരൊക്കെ ഒരു അന്വേഷണവും ഇല്ല. അവർക്ക് ഇഷ്ടംപോലെ വിദേശ ഫണ്ട് സ്വീകരിക്കാം, അതുപോലെ ഇഷ്ടംപോലെ അവർക്ക് ചെലവഴിക്കാം. അതിനൊന്നും ഒരു നിയന്ത്രണമില്ല. ഇവിടെ RSS സംഘടനകൾ വിദേശ ഫണ്ടിങ് സ്വീകരിച്ച് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുള്ള തടസ്സമില്ല. പക്ഷേ ക്രൈസ്തവ സഭകളടക്കമുള്ള മിഷണറിമാരും അതോടൊപ്പം തന്നെ മറ്റ് NGOമാരും നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് തടയാൻ വേണ്ടി ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിലൊന്നും, അല്ലെങ്കിൽ നിയമമല്ല, ഈ ഭേദഗതികൾ, നിയമം പാസ്സാക്കിയിട്ടില്ല, ഭേദഗതികൾ കൊണ്ടുവരാം. പക്ഷേ അതിനെല്ലാം അതിൻ്റെ പേരിലൊന്നും
ഇവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയോ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെയോ തടയാനോ തടസ്സപ്പെടുത്താനോ സാധ്യമല്ല. എന്തായാലും ഒപ്പം തന്നെ ഈ റെയിൽവേ വലിയ തോതിൽ ഫീസൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫൈനുകളൊക്കെ ഇരട്ടിയാക്കിയെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് റെയിൽവേയുടെ ഒരു വലിയ കേന്ദ്രം എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഈ പണപ്പിരിവിൻ്റെ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് കേരളമാണ്. അത്രയും സിസ്റ്റം നന്നായിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആളുകളെ പോക്കറ്റ് അടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇരട്ടിയൊക്കെ ആയിട്ടാണ് ഫൈനുകൾ കുത്തനെ കൂട്ടിയിരിക്കുന്നത്. അത് സുരക്ഷയ്ക്ക് വേണ്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ സുരക്ഷ നമ്മൾ കാണാറില്ല. നിരന്തരം ട്രെയിനിൽ ആക്രമിക്കപ്പെടുകയും ഇതൊക്കെ നിത്യസംഭവമാണ്. അല്ല, മോദി സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ റെയിൽവേ യാത്രക്കാരെ എങ്ങനെ കൊള്ളയടിക്കാമെന്നുള്ള ആലോചനയിലാണ് അവർ. ഇപ്പോൾ തന്നെ പാർക്കിംഗ് ഫീസ് കൂട്ടി. പാർക്കിംഗ് ഫീസ് എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യുന്നതിന് ചിലവാക്കുന്ന തുകയേക്കാൾ കൂടുതൽ ഒരു ടൂ വീലറോ ഒരു സ്കൂട്ടറോ ഒരു ബൈക്കോ ഒരു ഓട്ടോറിക്ഷയോ ഒരു കാറോ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുന്നതിന് യാത്രക്കാരിൽ നിന്ന് വാങ്ങിക്കുന്ന തുകയായിട്ട് ഞെട്ടിപ്പോകും. അതിങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ കൊല്ലത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രക്കാരൻ 10 രൂപ കൊടുത്താൽ തിരുവനന്തപുരത്തെത്തും. പക്ഷേ ഇവിടെ അവൻ വന്ന വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുക്കണം. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുപോലെ തന്നെ ഓരോ പ്ലാറ്റ്ഫോമിൻ്റെ ടിക്കറ്റ് വർദ്ധിപ്പിക്കുന്നു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് റെയിൽവേ യാത്രക്കാരെ കൊള്ളയടിച്ച് വരുമാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ശരിയല്ല. ഇപ്പോൾ സെക്യൂരിറ്റി സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. RPF ഉണ്ട്. RPFൻ്റെ സ്ട്രെങ്ത് കൂട്ടണം. അതുപോലെ മറ്റ് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അത് ചെയ്യണം. അല്ലാതെ പാവപ്പെട്ട വളരെ സാലറീഡായിട്ടുള്ള തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഡെയിലി യാത്രക്കാരെയും മറ്റ് യാത്രക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന അവരെ പല കാരണങ്ങൾ പറഞ്ഞ് കേസെടുത്തിട്ട് വലിയ തുക ഫീസ് ഈടാക്കുന്ന ഫൈൻ അടിക്കുന്ന നടപടി അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ജനദ്രോഹമാണ്. റെയിൽവേ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ യോഗങ്ങളിലൊക്കെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുമല്ലോ അല്ലേ? ഈ സൗകര്യങ്ങളൊക്കെ വലിയ അവ്യാപ്തി, സുരക്ഷയില്ല, അങ്ങനെയൊക്കെ വലിയൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും റെയിൽവേയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി കൂടുമ്പോഴോ അല്ലെങ്കിൽ സോണൽ അടിസ്ഥാനത്തിലും ഡിവിഷൻ അടിസ്ഥാനത്തിലും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ ഈ യോഗം ചേരുമ്പോൾ ഈ വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പറയുന്ന ബോർഡിൻ്റെ തീരുമാനമാണ് എന്നൊക്കെയാണ് പറഞ്ഞവർ കൈയൊഴിയുന്നത്. പക്ഷേ ഇത് അന്യായമാണ്. BJP സർക്കാർ, മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഏതെല്ലാം തരത്തിൽ കൊള്ളയടിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഫോർഡബിൾ പാവപ്പെട്ട യാത്രക്കാർക്ക് താങ്ങാവുന്ന തരത്തിലുള്ളതല്ല. പക്ഷേ അതൊന്നും കൂട്ടിയത് അന്യായമാണെന്ന് റെയിൽവേ ബോധ്യപ്പെടുത്തിയാലും അത് പിൻവലിക്കാൻ അവർ തയ്യാറാവില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായത്. ഏറ്റവും കൂടുതൽ തുക വർധന ഇത്ര ഉണ്ടാകുന്നത് മോഡി സർക്കാരിൻ്റെ കാലത്തും കൂടിയാണ്. അതുവരെ അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പം അന്നൊക്കെ UPA സർക്കാരിൻ്റെ കാലത്ത് 50 രൂപ ഫൈൻ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 500-ലേക്കോ 1000-ലേക്കൊക്കെ എത്തുന്നത്. UPA ഗവൺമെൻറ് ഒരു കാരണവശാലും ഒരു ഘട്ടത്തിലും പാവപ്പെട്ട യാത്രക്കാരെ കൊള്ളയടിക്കുന്ന അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനമെടുക്കുകയോ അങ്ങനെ അടിച്ചേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം മോഡി സർക്കാരിൻ്റെ കാലത്താണ് ഇത്രയും വലിയ യാത്രക്കാരിൽ നിന്ന് കൊള്ളയടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അന്യായമാണ്, അനീതിയാണ്. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AB ജയശങ്കർ.